ഇടുമ്പൻ നോക്കി ചെന്താമരപ്പൂ വിടർന്ന് പോലൊരു കുട്ടി. ചന്തു, ചെന്താമരപ്പൂവല്ല, നെയ്യാമ്പൽ പൂവാണ്. പാവം പെണ്ണ്. ഇത്ര പെട്ടെന്ന് പോയാൽ അത് കുട്ടിയടാ. വാ. പെണ്ണുങ്ങളെ, അയാൾ പോയി കഴിഞ്ഞു. നിങ്ങൾ വരും, ഞാൻ പോകുന്നു. പെണ്ണേ, നിന്റെ പേരെന്താണ്? തുളസി. കൊള്ളാം, മിടി. കിള്ളിയെടുത്ത് മുടിയിൽ ചൂടാനും നുള്ളിയെടുത്ത് പൂജിക്കാനും കൊള്ളാം. ചന്തു, രണ്ടാളൊന്ന് ചെയ്തിട്ട് വേഗം വരീൻ, നേരം പോകുന്നു. അയ്യോ അമ്മേ, അയ്യോ എടി മണ്ടി പെണ്ണെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്നെ ഭയപ്പെടുത്താമെന്ന് കരുതണ്ട. ഞാൻ നിന്നെ സ്വന്തമാക്കാൻ പോവാ. തിരുമേനി, തുളസമ്മയെ ആരോ ഒന്ന് പിടിച്ചോണ്ട് പോയി. പാവം, തീയിൽ ചാടി മരിക്കാൻ ജനിച്ച ഈ ആമ്പാറ്റ. എന്റെ മകളെ നശിപ്പിച്ച മഹാഭാവി എന്നെ കൊണ്ടിട്ട് പോയി. ദ്രോഹികളെ, എന്നെ കൂടി കൊല്ലിൻ, എന്നെ കൂടി കൊല്ലിൻ, കൊല്ലിൻ, എന്നെ കൂടി കൊല്ലിൻ. കൊല്ലാനാ പറഞ്ഞത്, കൊല്ലാൻ. ഇറങ്ങിയപ്പോഴേ കണി മോശമാണ്. പോരും ചന്തു. ഒരു കിഴവനെ കൂടി എനിക്ക് കൊല്ലാനുണ്ട്. ചന്തുവേട്ടനോട് ഇഷ്ടമാണ് അപ്പച്ചി. പക്ഷേ ചന്തുവേട്ടനെ കുറിച്ച് ആളുകൾ... എന്റെ മോളെ, കുറ്റവും കുറവും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയില്? നീ അവന്റെ മുറപ്പെണ്ണ. നീ വിചാരിച്ചെങ്കിലേ അവനെ നന്നാക്കാൻ സാധിക്കും. എന്റെ മോള് എന്റെ കൈയടിച്ച് സത്യം ചെയ്യേ അവന്റെ കയ്യിൽ നിന്ന് പുടവ് വാങ്ങാമെന്ന്. പറയൂ മോളെ, പറയൂ. ഒരു ദിവസമെങ്കിലും കരക്കാരുടെ പരാതി കേൾക്കാതെ അന്തി ഉറങ്ങാൻ ഒക്കില്ലല്ലോ. എന്റെ കാവിലമ്മേ, ഇങ്ങനെ ഒരു മകനെ തന്നെ എനിക്ക് തന്നല്ലോ. എന്താ, എന്തുണ്ടായി? ചന്തു എന്ത് ചെയ്തു? ഓ കുന്തം, മോന്റെ വിശേഷങ്ങൾ അമ്മ തന്നെ ചോദിച്ചു നോക്ക്. തമ്പ്രാട്ടി, ആണും പെണ്ണുമായി അടിയൻ ഒരേ ഒരു മോളേ ഉള്ളൂ. ചന്തു തമ്പ്രാൻ അവളെ നശിപ്പിച്ചു തമ്പ്രാട്ടി. അതേ, നിന്റെ മോടെ ഗുണം കൊണ്ടായിരിക്കും. എന്റെ കാല് പെരുക്കുന്നു, ഒരൊറ്റ ചവിട്ട് വെച്ച് തന്നാണ്ടല്ലോ. എടീ, സ്വന്തം മകന്റെ കുറ്റം ഗുണദോഷിച്ച് നന്നാക്കുന്നതിന് പകരം ഉലയിലിട്ട് നീറ്റുകയാണ്. ഓർമ്മ. ഏതായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു. അവനിവിടെ വരട്ടെ, ഞാൻ ചോദിക്കാം. താനെന്തിനോട് വന്നു? ഓർക്കണം തമ്പ്രാ, എന്റെ മകള് ഗർഭിണിയാണ് തമ്പ്രാ. മോളല്ലാതെ പിന്നെ മോനാണോ ഗർഭിണിയാവുന്നത്? സത്യം പറയണം, നീ എന്തിനോട് വന്നു? താൻ എന്റെ അച്ഛനോട് വല്ലതും പറഞ്ഞോ? കൊല്ലല്ലേ തമ്പ്രാ, കൊല്ലല്ലേ.
തണ്ടും തടിയും ഉണ്ടെന്ന് കരുതി കിടന്ന് തുള്ളിയാലുണ്ടല്ലോ ഒടുവിൽ വെള്ളം കുടിച്ച് പരിക്കലുണ്ടാവില്ല. ആ പോയ മൂപ്പി നിന്റെ മകൾക്ക് പുട കൊടുക്കാമെന്ന് നീ ഏറ്റിരുന്നോടാ? ഇല്ല. ഇല്ലേ? അവൾ നീ കാരണം ഗർഭിണിയാണെന്ന് നിനക്കറിയാമോ? ഇല്ല. എന്നാൽ ആണ് കണ്ടാൽ കൊള്ളാവുന്ന പെണ്ണുങ്ങളുടെ നിഴല് കണ്ടാൽ പിന്നെ നിനക്ക് പ്രാന്താണോടാ ദ്രോഹി? ഒന്ന് പതുക്കെ പറയൂ. ഇനി വന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ചന്തുവിന്റെ മുറപ്പെണ്ണ് കുട്ടിയമ്മ അകത്ത് വന്നിട്ടുണ്ട്. അവള് കേൾക്കരുത്. ഞാൻ അവളോട് പറഞ്ഞ് ഇവന്റെ പുടവ കൂടെ എല്ലാം സമ്മതിപ്പിച്ച് വെച്ചിരിക്കുക. നാട്ടാരെ കാളികാവ് ക്ഷേത്രനടയിൽ വെച്ച് നാടിന്റെ ഉടയോൻ മുമ്പിൽ വെച്ച് ഇന്നേക്ക് 3-ാം നാൾ മാമംഗലം പൊന്നിക്ക് സ്വയംവരം കുറിച്ചേക്കും. കടത്തനാടൻ പടക്കുതിരകളിലേറി വെൺമണി കോട്ടയ്ക്ക് 7 വലത്ത് വെച്ച് മുന്നെ വത്തണം. മുക്കുകളെ സ്വയംവരത്തിൽ പങ്കെടുക്കുന്നവർ മാമംഗലത്തെ കുലുവിലൊടിക്കണം. കാവിലിരിക്കുന്ന കരുനാഗങ്ങളെ പാടി വരുത്തി നാഗങ്ങളെ കൊണ്ട് മകടി ഊതിച്ച് നൃത്തം ചെയ്യിപ്പിക്കണം. തീക്കുണ്ടത്തിൻ നടുവിലിരിക്കും കരിമ്പൂലത്തെ തോൽപ്പിച്ച് അതിന് മുകളിലിരിക്കും താലിയും പിടവയും എടുക്കണം. ഈ 4 മത്സരങ്ങളിൽ ഒന്നിനൊന്ന് ജയിച്ചു വരുന്നവരാരായാലും ഭൂലോക സുന്ദരിയായ പൊന്നിയമ്മയെയും പൊന്നിയമ്മയ്ക്ക് അവകാശപ്പെട്ട വെൺമണിക്കോട്ടയും 4000 നിലങ്ങളുള്ള ദേശങ്ങളും 4 ദിക്കും കിട്ടുന്നതാണ്. ഈ ഭൂലോക സുന്ദരി പൊന്നിയമ്മ നമ്മുടെ തോഴൻ ചന്തുവിന് പറ്റിയവളാണെന്ന് തോന്നുന്നു. കഴമ്പു ഞാൻ യാനയെ കലി കണ്ടിട്ട് ഇറങ്ങുമ്പോ ഒന്ന് കരുതി ഒരു കല്യാണത്തിക്ക് വഴി ഉണ്ടാകുമെന്ന്. തിരുവനി കല്യാണം എന്ന് പറഞ്ഞാലേ പിള്ളേട്ട് തൊട്ടിക്കണം, കടുവയും കുതിട്ടൊക്കെ പിടിക്കൂ. കടുവ ഈ പൊന്നം കൈ കൊണ്ടടിത്ത കടുവ കുടുവയ. ഒരു ഭൂലോകസുന്ദരിയെ കിട്ടിവന്ന് നമ്മള് പല പ്രാവശ്യം കിനാവ് കണ്ടിട്ടുണ്ടടാ. അവക്ക് ചുമ്മാ കിനാവ് കണ്ടാ പോരെ മൂത്തക്കുട്ടി മോളാളി. ബില്ലൊട്ടിടാ. നമുക്ക് ബില്ലെടുക്കണമെങ്കിൽ നമ്മൾ എടുക്കും, അത് ഒടിക്കണമെങ്കിൽ നമ്മൾ ഓടിക്കും. പാമ്പിനെ പരത്തണമെങ്കിൽ നമ്മൾ പരത്തും, അതിനെ ഹാറ്റണമെങ്കിൽ നമ്മൾ ഹാറ്റും, അതിനെ തിന്നണമെങ്കിൽ നമ്മൾ കരിക്ക് തിന്നും. അതൊക്കെ 5 ആംഗളമാർക്കുള്ള ഒരേ ഒരു പെങ്ങളാണ് പൊന്നിയമ്മ. നാടുവാഴിക്കോട്ട പോലെ 4 ഭാഗവും തിങ്ങി നിൽക്കുന്ന ഒരു കോട്ട. പിന്നെ കണ്ടാൽ എങ്ങനെയുണ്ട്? കണ്ടാൽ നിലത്ത് നിൽക്കില്ല ചന്തു. കുന്നപ്പൂവിന്റെ മേനയുടെ അന്ന നട ഉപ്പൂറ്റി താഴോട് മതിയടാ പറഞ്ഞ് തീതിയില്ലാതെ. ഏതായാലും പൊന്നിയെ കിട്ടുമെന്ന് നോക്കിയിട്ട് മതി കുട്ടിയമ്മയ്ക്ക് പുടവ കൊടാൻ. പൊന്നിയെ കിട്ടുമെങ്കിൽ പിന്നെന്താ കുട്ടിയമ്മ? സ്വച്ഛകൾ ഈ വലിയ പണക്കാരൻ പൊങ്കൻ ചെട്ടിക്ക് നല്ലതൊരു പെൺകിട്ടില്ല. എന്റെ പൊന്നിയമ്മ, എന്തൊരു നിറം, എന്തൊരു സൗന്ദര്യം, എന്റെ സ്വപ്ന സുന്ദരി. കേട്ടോടി പെണ്ണുങ്ങളെ, തിരുമനസിന് ഉറക്കം വരാത്ത കാര്യം ഇപ്പോഴാ മനസ്സിലായത്. ആയിക്കോളൂ, ഒരു വിരോധവുമില്ല. എന്റെ പൊന്നി, മുക്കളെ എവിടെ പോയി? നമുക്ക് വയറ് വിശന്നിട്ട് പോയതാ. പെരുമ എന്നാലും ചോറ് തിന്നണ്ട, നമ്മളെ ഉറക്കി പിന്നെ ഇതിനടുത്ത് കുലച്ചോ ഓടിച്ചോ, എന്റെ പെങ്ങൾക്ക് ആരും പുടവ തരില്ല. അമ്പോ അതാ നോക്കി ശ്രീരാമൻ ജനക കൊട്ടാരത്തിലെത്തി വില്ലൊടിച്ച് സീതാദേവിയെ പാണിഗ്രഹണം ചെയ്യുന്നു. അതുപോലെ എല്ലാം തികഞ്ഞ പോരാളികൾ കാളികാവ് ക്ഷേത്ര നടയിലെത്തും. എല്ലാ മത്സരങ്ങളിലും ജയിച്ച് ഒരുവൻ വരും. കുടപ്പുറം നോക്ക് പുടവ തന്നു കൊണ്ടുപോകും. പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോകുമോ? പിന്നെ പെങ്ങൾ എവിടെ പോയാലും എന്റെ അമ്പുമോനെ കൊണ്ടുപോകും. അളിയ, പൊന്നിയമ്മയെ എനിക്ക് വേളി കഴിച്ചു തരാമെന്ന് പലകുറി പറഞ്ഞിട്ടും വീണ്ടും നിങ്ങൾ എന്തിനീ മത്സരം വെച്ചിരിക്കുന്നത്? ഈ പാച്ചന് എന്തിന്റെ കുറവാണുള്ളത്? ചൊല്ലിൻ പെങ്ങളെ. ചേടാ, 5 ആങ്ങളമാർക്കും കൂടിയുള്ള ഓമന പെങ്ങളായതുകൊണ്ട് പെണ്ണിനെ അങ്ങ് വല്ലാണ്ട് കൊഞ്ചിച്ചു. ദാ ഇരിക്കുന്ന മൂത്ത ഉടമ്പുറന്ന്. മാമംഗലം തറവാട്ടിൽ ഒരു പെൺതരി ഇല്ലാഞ്ഞ് നേർച്ചയും കാഴ്ചയും വെച്ചുണ്ടായതാ പൊന്നി.
പോരിൽ ജയിച്ചു വരുന്നവനെ വേണമെന്നാ അവളുടെ ആഗ്രഹം. എന്താ ചെയ്യാ? ഏതായാലും പെണ്ണ് അഹങ്കരിച്ചാൽ കയ്യിൽ കുഞ്ഞല്ലാണ്ട് പട്ടും തിട്ടൂരോ ഇന്നോളം കിട്ടിയിട്ടില്ല. ഏട്ടാ, ഞാൻ ഉറക്കപ്പായിൽ നിന്നും എണീറ്റ് വരുമ്പോൾ നാഥുവിന്റെ ആങ്ങളെയാ എന്നും കണി കാണാറുള്ളത്. കഷ്ടം. പിന്നെ ഈ നേരാങ്ങളെ പറയുന്നത് ഒന്ന് കേൾക്കി. നമ്മുടെ അച്ഛനും അമ്മയും മരിക്കും മുന്നേ നിന്റെ പുടമുറി നടന്ന് കാണണം. എല്ലാം തികഞ്ഞിട്ട് ഒരാണും പെണ്ണും ഇന്നോളം ഭൂമി പിറന്നിട്ടില്ല. അതുകൊണ്ട് പാച്ചനെ ഞാൻ കാറ കളിക്കാനെത്തിയ കാറപ്പിള്ളേർ ചൊല്ലിന് എടാ അമ്പു നിന്റെ നേർപ്പങ്ങൾ കുതിച്ച് ഈ നാട്ടിലെ ആണുങ്ങൾക്കെല്ലാം തനിക്ക് ഭ്രാന്തായെന്ന്. പറയും പുലിയമ്മേ, പാച്ചൻ നിന്നെ മോഹിച്ചു വല്ലാണ്ട് വലഞ്ഞു. ആങ്ങളെ നാത്തൂനും കോപിക്കരുത്. എന്റെ മേനിയഴക് കണ്ട് മോഹിച്ച് നടക്കുന്ന മേനിക്കൊമ്പന്മാർക്ക് മേനിയഴക് മാത്രമേ കാണൂ. എന്നെപ്പോലെ കണിമുറുക്കുള്ള ഉശിരൻ കുട്ടികൾ വരട്ടെ, വില്ലെടുത്ത് കുട്ടിക്കട്ടെ. വരും കങ്ങളെ. പാച്ച, നീ എന്തിനു നെടുവീർപ്പിടുന്നു? നാളെ മത്സരത്തിൽ പങ്കെടുക്കും. ജയിച്ചു മുന്നേറി എന്റെ നേർവങ്ങൾക്ക് പുടവ കൊടുക്കും. എന്റെ ഏകമകൾ പൊന്നിയമ്മയ്ക്ക് പുടവ കൊടുക്കാൻ ഏർപ്പെടുത്തിയിരിക്കും കാര്യങ്ങൾ നാലാണ്. 1. മാമംഗലത്ത് കുലവില്ലെടുത്ത് ഉലത്ത് ഒടിക്കണം. 2. ഈ കരിമ്പൂതത്തെ തോൽപ്പിച്ച് ഈ കുണ്ടത്തിന് നടുവിലിരിക്കുന്ന താലിയും പുടവയും എടുക്കണം. ഒരു കാക്കവിളക്കിലെ എണ്ണ വറ്റും മുമ്പ് തുളുനാടൻ പടക്കുതിരകളിലേറി വെൺമണിക്കോട്ടയ്ക്ക് 7 വലത്ത് വെച്ച് മുമ്പനായി അങ്കത്തട്ടിലേറണം. അവസാനമായി ഈ കാവിലിരിക്കും കരിനാഗങ്ങളെ പാടിവരുത്തി നൃത്തം ചെയ്യിക്കണം. ഇതിൽ 3 കാര്യങ്ങൾ മുറതെറ്റാതെ ചെയ്തു നിൽക്കുന്ന മലനാട്ടുവീരന് മാമംഗലം വക 4 ദേശവും ഈ വെൺമണിക്കോട്ടയും എന്റെ പൊന്നോമന മകൾ പൊന്നിയെയും നൽകുന്നതാണെന്ന് നാടുവാഴിയുടെ മുമ്പിൽ വെച്ച് ഞാനിതാ സത്യം ചെയ്യുന്നു. നാട്ടാരെ, പൊന്നിയമ്മേന്റെ സ്വയംവരത്തിലെത്തിയിരിക്കുന്ന വീരന്മാരെ, മത്സരവേദിയിലെത്തി ജയിച്ചു വരുന്നവർക്ക് വിളംബരപ്പടിയുള്ള സകല സ്വത്തുക്കളും പൊന്നിയമ്മയെ നൽകുന്നതാണെന്ന് നാട്ടിന്റെ ഉടയവനായ നാം കൽപ്പിക്കുന്നു. ഞാനാണ് കർത്തനാടൻ നരിയപ്പൻ. ഞാൻ കരിമ്പൂതത്തോട് ഏറ്റുമുട്ടാൻ പോവുകയാണ്.
ഞമ്മക്ക് ആ തീയിലുള്ള ഇബിലീസിന്റെ പടി വേണ്ട. ഞമ്മക്ക് മുന്നം ബില്ലൊടിക്കാം. നമ്മളാണ് വളവട്ടണം മൂശാക്കുട്ടി. നമ്മള് പല ബില്ലും ഒടിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടോടെ. നമസ്കാരം. എന്റെ പേര് കൈപ്പള്ളി പാച്ചൻ. நமஸ்காரம். எந்த பேரு பொங்கல் சட்டி. நான் கரும்பூதத்தை பிடிக்க போயணும். നാട്ടാരെ, പൊന്നിയമ്മയുടെ പുടമുറി മത്സരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 4 കാര്യങ്ങളിൽ ആരും ചെയ്യാത്ത നാഗഗാനം പാടി നാഗങ്ങളെ എന്റെ ചുറ്റും നൃത്തം ചെയ്യിക്കാൻ പോവുകയാണ്. ഞാൻ പാടി തുടങ്ങുമ്പോഴേക്കും പറഞ്ഞതനുസരിച്ച് നാഗങ്ങളെ നാനാവഴിക്കും ഇറക്കി വിട്ടോളി. മലനാട്ടിന് കുറച്ചിലുണ്ടാക്കരുത്. നാട്ടാരെ, പൊന്നിയമ്മേന്റെ സ്വയംവരത്തിന് മിടുക്കും ധൈര്യവുമുള്ള ആൺകളെ എത്തുന്ന കാലം ഇനിയും മത്സരം നടക്കും.
കുട്ടി ഒരു പാമ്പനെ കെട്ട് ഒരു പുരുഷൻ ഇങ്ങനെ ഓടാമോ? ശരിയാണ് പൊമ്മച്ചട്ടി, ഉഷിരില്ലാത്ത ഈ ബിലീസുകൾ. നമ്മളാണെങ്കിൽ ആ പാമ്പിന്റെ വാലയെ പിടിച്ച് കറക്കി ദുനിയാവിന്റെ അപ്പുറത്തിറങ്ങിയാണ്. നമുക്ക് ഒരു പണി ചെയ്യാം. എന്താ? നമ്മള് തോറ്റുപടങ്ങി നാട്ടിൽ ചെന്നാല് നെരുത്ത് കുളച്ചിലാണ്. ശരിയാണ്. പൊന്നിയമ്മയെ കിട്ടാതെ ജീവിക്കുന്നതിലും നല്ലത് നമുക്ക് ഈ പുളിരിച്ചാടി മറിക്കാം. അതിങ്ങനെ ഇങ്ങോട്ട് വരെ നിങ്ങൾ മയ്യത്തായുണ്ടാകും. നമുക്ക് രണ്ടാൾക്കും കൂടി പൊന്നമ്മയുടെ കുടുംബത്തിൽ നിന്ന് ഓളെ ചോദിക്കാം.